ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിൽ നിന്ന് 26 കിലോഗ്രാം സ്വർണവുമായി മുൻ മാനേജർ മുങ്ങി. തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശി മധു ജയകുമാറാണ് സ്വർണത്തിന് പകരം മുക്കുപണ്ടം വെച്ച് തട്ടിപ്പ് നടത്തിയത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് പുറത്തു വന്നത്? നിലവിൽ ഇതിന്റെ അന്വേഷണം എങ്ങനെയാണ്? രാഹുൽ സുരേഷ്. ടി കെ റിജിത്ത്, കഴിഞ്ഞ 3 വർഷമായി ഈ തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശിയായിട്ടുള്ള മധു ജയകുമാർ ആയിരുന്നു വടകരയിലെ ഈ ശാഖയുടെ മാനേജർ. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ജൂലൈ 6-നാണ് ഇയാൾ സ്ഥലം മാറി പാലാരിവട്ടത്തേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ജോലി ഏറ്റെടുക്കുകയും ചെയ്തില്ല. അതിനുശേഷം പകരം വന്ന ബാങ്ക് മാനേജർ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. ആളുകൾ വിവിധ രീതിയിൽ പണയം വെച്ചിട്ടുള്ള 26 കിലോഗ്രാം സ്വർണമാണ് അവിടെ നിന്ന് മോഷ്ടിച്ചത്. പകരം മുക്കുപണ്ടം ഇവിടെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അന്വേഷണം നടക്കുകയും ഈ തട്ടിപ്പ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 3 മാസം, അതായത് ഇവിടുന്ന് സ്ഥലം മാറി പോയ ശേഷം ഇയാൾ എവിടെയും ജോലിക്ക് കയറിയിട്ടുമില്ല, ഒളിവിലാണ് എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകുന്ന വിവരം. വടകര എടോടി ശാഖയിലെ മാനേജർ ആയിട്ടുള്ള പാനൂർ സ്വദേശി ഇർഷാദാണ് നിലവിൽ വടകര പോലീസിന് പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ടി കെ. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട്.